നമസ്കാരം കേരള. നമ്മളിപ്പം കൊച്ചിയിൽ നിന്ന് നേരെ ആലുവ വഴി കാലടിക്ക് വന്ന് അവിടെ നിന്ന് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഈ മാണിക്യമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നല്ലേ, കേരളം ഇപ്പോൾ കത്തിക്കയറിക്കൊണ്ടിരിക്കുന്ന ബിഗ് ബോസിലെ നമ്മുടെ പ്രിയപ്പെട്ട താരം ജിൻഡോ ചേട്ടൻ്റെ വീട് ഈ ജംഗ്ഷനിൽ നിന്ന് കുറച്ചങ്ങ് പോയാൽ അപ്പുറത്താണ്. അപ്പോൾ ഇവിടെയുള്ളവരൊക്കെ നമ്മുടെ ജിൻഡോ ചേട്ടൻ്റെ നാട്ടുകാരാണ്. അപ്പോൾ ഈ പുള്ളി ജയിക്കണം എന്നാണ് ആഗ്രഹം. ജിൻഡോ ചേട്ടൻ്റെ യഥാർത്ഥ സ്വഭാവം ഇങ്ങനെയാണോ, ജിൻഡോ ചേട്ടൻ്റെ ഗെയിം എങ്ങനെയുണ്ടെന്നൊക്കെ നമുക്ക് ഇവിടെയുള്ളവരോട് തന്നെ ചോദിച്ചു നോക്കാം. ഓക്കെ അല്ലേ? ജിൻഡോ ചേട്ടൻ ഇപ്പോൾ ബിഗ് ബോസ് അവസാന മാസത്തിലേക്ക് കിടക്കുകയാണ്, അവസാന ആഴ്ചകളിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ജയിക്കണം എന്നാണ് ആഗ്രഹം? ഇല്ല, നമ്മുടെ നാട്ടുകാരല്ല ജയിക്കണമെന്ന് ആഗ്രഹം. ഫുൾ സപ്പോർട്ട്? പിന്നെ ഫുൾ സപ്പോർട്ട്. പുള്ളി എപ്പോഴും ഇങ്ങനെ തന്നെയാണോ? ജിൻഡോ ഇവിടെ ചെറുപ്പം പോലെ ഇവിടെ തന്നെ വളർന്ന ആളല്ലേ. മണ്ടൻ എന്നൊക്കെ എല്ലാവരും പറയുന്നത് കേൾക്കാറുണ്ട്. ശരിക്കും മണ്ടനാണോ അതോ പുള്ളി ഇന്നസെന്റ് ആണോ? ഇന്നസെന്റ് തന്നെയാണ്. മണ്ടൻ എന്നൊന്നും പറയാൻ പറ്റുന്നില്ല. പിന്നെ ഇത്രയും ആള് അവിടെ എത്താണെങ്കിൽ മണ്ടൻ എന്ന് പറയാൻ പറ്റും നമുക്ക്. അതെ, ഒരുപാട് കഷ്ടപ്പാടൊക്കെ അനുഭവിച്ചിട്ടുണ്ടല്ലോ. ആളിവിടെ ചെറുപ്പം പോലെ മാർബിൾ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്ന ആളാണ്. പിന്നെ ജീവിതം നല്ല കഷ്ടപ്പെട്ട് ജീവിച്ച ആളാണ് ഞാൻ. എത്ര വർഷമായിട്ട് ചേട്ടൻ അറിയാം? ജിൻഡോ ജനിക്കുമ്പോൾ നമുക്കറിയാം. നമ്മൾ ഇതിന്റെ ബാക്കിലെ വീട്. അവരിപ്പോൾ ഫുൾ സപ്പോർട്ടാണ്. അപ്പോൾ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ജിൻഡോ ചേട്ടൻ ബിഗ് ബോസിൽ മത്സരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടുകാരനാണ്. അപ്പോൾ എന്താണ് ആഗ്രഹം? പുള്ളി ജയിക്കണം എന്നാണ് ആഗ്രഹം? പുള്ളി ജയിക്കണമെന്നാണ് ആഗ്രഹം. അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ടോ? അടിപൊളിയായിട്ട് കളിക്കും. ഞാൻ ഗെയിം കാണാറുണ്ട്. അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ കുറേ മണ്ടൻ എന്നൊക്കെ എല്ലാവരും പറയാറുണ്ടല്ലോ. ആൾക്കാർക്ക് എന്താ പറയാ, അടിപൊളിയാണ്. ഞാനിത് കാണാറില്ല നാട്ടിൽ. പിന്നെ ബിഗ് ബോക്സ് എന്ന് പറയുന്നത് തന്നെ വളരെ മോശമായ ഒരു പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നു. ഇതിലൊക്കെ നല്ല പേരുള്ള മോഹൻലാലൊക്കെ ചെന്ന് അഭിനയിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മോശമാണ്. മോഹൻലാലൊക്കെ നല്ലൊരു നടനാണ്. ഇപ്പോഴത്തിന് മേജർ ബോഡിയും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ വളരെ ഇതായിട്ട് പിന്നെ കുറേ ആൾക്കാരെ നല്ലതുണ്ട് കേട്ടോ. ജിൻഡോ കുഴപ്പമില്ല. ജിൻഡോ ഒക്കെ തിരക്കുള്ളത് അഭിനയമാണ്. അപ്പോൾ ഫാദറും മദറും വന്നിട്ടുണ്ടായില്ലോ. അതൊക്കെ ജയിക്കണം. നല്ല ഇതേ ഉള്ളൂ. ജയിക്കട്ടെ. നല്ല അതിൻ്റെ നാടിനും എല്ലാവർക്കും നല്ലതാണുള്ളത്. അതിപ്പോൾ ജിൻഡോ തന്നെ ആയിട്ട് നിൽക്കണേ. നല്ലതാണ്. ഫുൾ സപ്പോർട്ടുണ്ട്. ജിൻഡോ കപ്പടിക്കണമെന്നുള്ള ആഗ്രഹമാണ്. പിന്നെ നാടിൻ്റെ ഒരു ആവശ്യവും കൂടിയാണല്ലോ. മാണിക്യമംഗലത്തിന് ഒരു കപ്പ് കിട്ടാന്ന് പറയുന്നത് നല്ലൊരു അഭിപ്രായമായിട്ട് എനിക്കും തോന്നി. അത് മാത്രമല്ല, ഉള്ളതിൽ ഒരു ക്വാളിറ്റി ഉള്ള ഒരാളായിട്ട് എനിക്ക് അതിനകത്ത് തിരഞ്ഞെടുക്കാൻ പറ്റും. മണ്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസം അത് മോശമായിട്ട് പ്രവർത്തനം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് കാര്യങ്ങൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലായി. എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായപ്പോൾ വ്യക്തമായിട്ട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജിൻഡോനെ തന്നെ പറയാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും സപ്പോർട്ട്. അപ്പൊ ചേച്ചി, നമ്മുടെ പ്രിയപ്പെട്ട ജിൻഡോ ചേട്ടൻ മത്സരിക്കുന്നുണ്ടല്ലോ, നമ്മുടെ നാട്ടുകാരനാണല്ലോ. ചേച്ചിക്ക് എത്ര നാളായി അറിയാം ബിഗ് ബോസില്? എന്നെ കല്യാണം കഴിച്ചു വന്നിട്ട് 25 വർഷമായി. അപ്പൊ തുടങ്ങി കാണണതാ. അപ്പൊ ജിൻഡോ ചേട്ടൻ ജയിക്കണം എന്നാണ് ആഗ്രഹം? ബിഗ് ബോസ് കാണാറുണ്ടോ? കാണാറുണ്ട്. അപ്പൊ ഏറ്റവും അടിപൊളി ഗെയിമർ ആരാ? അല്ല, ഞാൻ അധികം ഒന്നും കാണാറില്ല. ഞാൻ ഒരു സായില് രാത്രി നൈറ്റ് ഡ്യൂട്ടിക്കുണ്ട്. അപ്പൊ അതെല്ലാം അധികം കാണാറില്ല, ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. അപ്പൊ ജിൻഡോ ചേട്ടന്റെ കളി എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ജിൻഡോ ചേട്ടൻ ജയിക്കണം എന്നാണ് ആഗ്രഹം? ഫുൾ സപ്പോർട്ടാണോ? ഫുൾ സപ്പോർട്ട്. പുള്ളി എപ്പോഴും ഇങ്ങനെ തന്നെയാണോ? ബിഗ് ബോസിൽ കാണുന്ന പോലെ തന്നെയാണോ ജിൻഡോ ചേട്ടൻ? അത്ര അങ്ങനെ അടുത്ത് എനിക്കറിയില്ല. അടുത്താണെങ്കിലും പുള്ളി വേറൊരു വീട്ടിൽ വന്നപ്പോഴൊന്നും അങ്ങനെ അങ്ങനെയൊന്നുമില്ല. പിന്നെ പുള്ളിയുടെ അമ്മയും ഒക്കെ ആയിട്ട് അമ്മ എപ്പോഴും ഇവിടെ തയ്ക്കാനെ കൊണ്ടുവരും. അങ്ങനെയൊക്കെ ഉള്ള. പിന്നെ അപ്പം ജിൻഡോൻ്റെ കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെയുള്ള ഒരു പരിചയം. ജിൻഡോ നമ്മുടെ ഒരു കൂട്ടുകാരനാണ്. നല്ലൊരു മനസ്സിന് ആളുടെ. ജിമ്മിനകത്തൊക്കെ ഏറ്റവും വലിയ പേരെടുത്തുന്ന ആളിന് ആളെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ അയൽക്കോണ്, തൊട്ട അയൽക്കോണ്. അച്ഛനമ്മേനെയൊക്കെ അറിയും. എല്ലാവർക്കും സുഖം തന്നെ. എല്ലാ ഭൂരിപക്ഷത്തോടുകൂടി വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക. വിജയിക്കണമെന്ന് ആഗ്രഹം. അടിപൊളി ഇതാ, നല്ല സൂപ്പർ ഇതാ. പിന്നെ നല്ല ഞങ്ങൾക്ക് മാണിക്കാലത്തിന് ഒരു അഭിമാനം തന്നെയല്ലേ, ഏറ്റവും വലിയ ഒരു കാര്യമല്ലേ. അത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു കാര്യത്തിലാണ് ഞങ്ങൾ ഇത് നല്ലൊരു ഇതാ. അച്ഛനമ്മയൊക്കെ ആണെങ്കിൽ പാവമാണ്. ഒരു ഇല്ലായ്മേൻ്റെ ഉണ്ടായിരിക്കണ ഒരു സംഭവമാണ്. അതിൻ്റെ പേരിൽ വോട്ട് ചെയ്ത് എല്ലാവരും വോട്ട് ചെയ്ത് സഹായിച്ച് രക്ഷിക്കുക. ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. ഞങ്ങളുടെ നാട്ടുകാരനാണ്. ആള് നല്ല സ്വഭാവമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. അടിപൊളിയാണ്. ജിൻഡോനെ. അപ്പൊ ചേട്ടാ, നമ്മുടെ ജിൻഡോ ചേട്ടൻ മത്സരിക്കുന്നുണ്ടല്ലോ, എന്താണ് ജയിക്കണം എന്നാണ് ആഗ്രഹം? തീർച്ചയായിട്ടും ജയിച്ച് ഞങ്ങളുടെ നാടിന് തന്നെ ഒരു അഭിമാനമല്ലേ.
അയൽവാസിയാണ്. എൻ്റെ അനിയനെ ആണ്. അനിയൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഉള്ളതാണ്. ഒത്തിരി കഷ്ടപ്പെട്ടൊക്കെ ആൾ ഇതായി വന്നതാണ്. പറഞ്ഞതെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. എല്ലാവരും നാട്ടിലെല്ലാവർക്കും തന്നെ അങ്ങനെ. പുള്ളി ഒരുപാട് കഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ പുള്ളിയുടെ ക്യാരക്ടർ ബിഗ് ബോസിൽ വന്നപ്പോൾ എല്ലാവരും പറയുമല്ലോ, ബിഗ് ബോസ് എന്ന് പറയണത് നമ്മൾ അങ്ങനെ അഭിനയിക്കുകയാണ്, ലൈക്ക് അങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് കമൻറ്റ് ഉള്ളത്. പുള്ളി അങ്ങനെ തന്നെയാണോ? ഒറിജിനലി പുള്ളിയുടെ ക്യാരക്ടർ അങ്ങനെ തന്നെയാണ്? എനിക്ക് തോന്നിയിരിക്കുന്നത് അവൻ ഇപ്പോൾ ഒരു 80% നാച്ചുറലാണ് അവിടെ. ഇവിടുത്തെ ആ ഒരു രീതി തന്നെയാണ്. പിന്നെ കുറച്ച് അതിനകത്തേക്ക് മാറിയിട്ടുണ്ടെന്ന് മാത്രം. അവിടെ ചെന്നതിന് ശേഷം ആദ്യമൊക്കെ അതുകൊണ്ടാണല്ലോ അവനെ കുറേ ആളുകളൊക്കെ മണ്ടനെന്ന് വിളിച്ചത്. ശരിക്കും മണ്ടനാണോ? അല്ല, അത് ശരിക്കും പുറത്ത് നിൽക്കുന്നവർ കാണുമ്പോൾ സൈലൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്നവർ മണ്ടനായിട്ടോ വിളിക്കുള്ളൂ. പക്ഷെ അവരുടെ ഉള്ളിലുണ്ടാവും. നല്ല ഇത് തന്നെയായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളൂ. ആവശ്യമില്ലാത്തതിലും ഇടപെടില്ല, ആവശ്യമുള്ളതിനും ഇടപെടാം. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണല്ലോ വന്നേ പണ്ട് മുതലേ. അപ്പൊ ഇപ്പൊ കാണുന്ന ജിൻഡോ ചേട്ടൻ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു അഭിമാനമല്ലേ? തീർച്ചയായിട്ടും. ജിൻഡോ ചേട്ടന്റെ സ്നേഹം, നിങ്ങളുടെ നാട്ടുകാരുടെ സ്നേഹം എങ്ങനെ അറിയിക്കുന്നത്? അല്ല, തീർച്ചയായിട്ടും ഞങ്ങൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യണം. അതിപ്പോൾ വോട്ട് ചെയ്തിട്ടായാലും അല്ലെങ്കിൽ എല്ലാം കൊണ്ടും ഞങ്ങൾ സപ്പോർട്ട് തന്നെയാണ്.